വയനാട്ടിൽ എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. തെരഞ്ഞെടുപ്പിന് ചൂടെത്തിയോ വയനാട്ടിൽ? വയനാട്ടിൽ ചൂടായി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഫലമാണോ അതോ മാറ്റം ഉണ്ടാവോ? കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് യുഡിഎഫ് വരും. പക്ഷെ അപ്പോഴും ചിലർ ഉയർത്തുന്ന ചോദ്യം, രാഹുൽ ഗാന്ധിയേക്കാൾ ആനി രാജയെ പോലെയുള്ള വളരെ ബോൾഡായ ഒരു ലീഡറിനെ അല്ലേ വയനാട്ടിൽ വേണ്ടത് എന്നൊരു ചോദ്യം ആണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം ചെയ്ത ഒരുപാട് വികസനങ്ങൾ. ഒരു സംശയം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വന്നില്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് കരുതുക, നിങ്ങൾ ആനി രാജയെ വിജയിപ്പിക്കുമായിരുന്നു? ഇല്ല. എന്തായാലും വിജയിപ്പിക്കും? ഇല്ല. അത് പൊളിറ്റിക്കലാണ് വോട്ട്. അതെ, വയനാട് മണ്ഡലത്തിന്റെ വോട്ട് നമ്മുടെ അവകാശമാണ്. അത് നമ്മുടെ അവകാശമാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു സർ. നമസ്കാരം. ചായ കുടിച്ചോ രാവിലെ? പൊതുവെ വലിയ ചൂടില്ലേ വയനാട്ടിൽ? ഈ ചൂടൊന്നും ഒരു ചൂടുമല്ല. ഞങ്ങളുടെ പാലക്കാട്ടേക്ക് വരണം, അവിടെയാണ് ചൂട്. 40, 42, 44 ഡിഗ്രി ആയി. ഇവിടെ 36. ഇന്നലെ 36. പകലാവുമ്പോൾ നല്ല ചൂടാവും അല്ലേ? എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. ഞാൻ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. എവിടെയാ? ഒരു റിസോർട്ടിൽ. സെക്യൂരിറ്റി കഴിഞ്ഞ് വരുന്ന വഴിയാണോ? രാത്രി വൈകുന്നേരത്തെ? അതെ. അപ്പൊ അനിയനെ കണ്ടപ്പോൾ ഇറങ്ങിയതാ. ആണല്ലേ? എന്താ മൊത്തത്തിലൊരു ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ നിന്ന് അവരുടെ ഒരു രാഷ്ട്രീയം എന്താ പൊതുവെ? അവർക്കൊരു ഇടതുപക്ഷ ലൈനുണ്ടോ? ചിന്താഗതി ഉണ്ട്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് ഇത്തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകും എന്നാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 4 ലക്ഷത്തിനേക്കാൾ കൂടുമോ ഭൂരിപക്ഷം അതോ കുറയോ? ഒരിക്കലും ഉണ്ടാവില്ല. ആണോ? എന്താ അഭിപ്രായം? അത്ര ഉണ്ടാവുകയില്ല. ഭൂരിപക്ഷം കുറയും. ഭൂരിപക്ഷം കുറയുന്നൊരു സന്ദേശമാണ്. കഴിഞ്ഞ തവണത്തെ രാഹുൽ പ്രധാനമന്ത്രി ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നുമില്ല. അത് മാത്രമല്ല, ആനി രാജ ഒരു മികച്ച അയാളുടെ പെർഫോമൻസ് ഒക്കെ വളരെ മോശമല്ലേ? പാർലമെന്റിൽ വരുന്നില്ല, വയനാടിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. 5 വർഷമായിട്ട് അയാൾ വയനാട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പാർലമെന്റിൽ. വയനാടെന്നൊരു ശബ്ദം അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അയാൾ വോട്ട് ചെയ്യുക. അത് വയനാട്ടിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ. ചേട്ടൻ്റെ പേരെന്താ? രാജപ്പൻ എന്ന് പറയും. രാജപ്പൻ പാർട്ടി മെമ്പറാണോ? പാർട്ടി മെമ്പറാണ്. ലോക്കൽ കമ്മിറ്റി മെമ്പറാ. സെക്യൂരിറ്റി പണിയുണ്ട്. രാവിലെ എത്ര മണിക്ക് പോകും? വൈകുന്നേരം 7 മണിക്ക് പോകും. രാവിലെ ഇതേപോലെ വരും. ഇനി എവിടെയാ വീട്? വീടടുത്ത്. ഇതിപ്പോൾ പകല് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, വൈകുന്നേരം പകല് കിടന്ന് ഉറങ്ങും. ഓക്കെ. അപ്പം ബിസിനസ് എവിടെയാ? ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് സാധനം എടുക്കുമോ അതോ അവിടെ പോയി ബിസിനസ് ചെയ്യുന്നോ? ആണ്. എന്താണ്? മരമാണ്. ഓക്കെ, ഗ്രേറ്റ്. എങ്ങനെ പോകുന്നു മൊത്തത്തിൽ ബിസിനസ് ഒക്കെ, കച്ചവടമൊക്കെ? കുഴപ്പമില്ല. നമസ്കാരം ചേട്ടാ, എന്ത് ചെയ്യുന്നു? ഞാൻ ബസ്സിൽ കണ്ടക്ടറായിരുന്നു. ഇവിടെ ഈ ബസ് ഇവിടെയാണോ? കൽപ്പറ്റ. ഏത് റൂട്ടിലോടുന്ന ബസ്? കൽപ്പറ്റ വടുവഞ്ചൽ ആണല്ലേ? ഈ ചൂട് കൂടുമ്പോൾ നിങ്ങൾ ബസ്സിലെ കണ്ടക്ടർമാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ചിലപ്പോൾ ആ ഉള്ളിൽ നിൽക്കുന്ന സമയത്തല്ലേ? അതെ. പക്ഷെ ഇപ്പൊ കുറച്ച് ചൂട് കൂടി മഴ വരാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയമായിട്ട് തണുപ്പുണ്ടാവുമോ? രാഹുൽ ഗാന്ധി മാറുമോ? എന്താ ഒരു മരവിപ്പുണ്ടോ വയനാട് മണ്ഡലത്തിൽ? അതോ ചൂടുണ്ടോ പഴയതുപോലെ? പഴയപോലെ ചൂടൊന്നുമില്ല. എന്നാലും രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും പോകാൻ സാധ്യത. ഭൂരിപക്ഷം അത്രയും ഉണ്ടാവോ കുറയോ? ഭൂരിപക്ഷം കുറയും. ആണോ? രാഹുൽ ഗാന്ധി ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഭൂരിപക്ഷം 4 ലക്ഷം എന്നുള്ള വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അത് കൂടുവോ കുറയോ? കുറച്ച് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമസ്കാരം ചേട്ടാ, എന്ത് ചെയ്യുന്നു? ഞാൻ റെസ്റ്റോറന്റ് വർക്ക് ചെയ്യുന്നു. എവിടെയാണ് റെസ്റ്റോറന്റ്? ഇവിടെ അടുത്ത് ആണോ? നിങ്ങൾ സാധാരണ ഈ അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടും അല്ലേ വയനാട്? ഇപ്പൊ നല്ല തിരക്കാണ്. 4 ദിവസമായിട്ട് നല്ല തിരക്കാണ്. റെസ്റ്റോറന്റിൽ കുക്കാണോ അതോ സർവീസ് ചെയ്യുന്നത്? ഓക്കെ, താങ്ക് യു, സന്തോഷം. അപ്പൊ എന്താ വയനാട്ടിലെ മൊത്തത്തിൽ രാഷ്ട്രീയ ചിത്രം? ഈ രാജ ജയിക്കും എന്നൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. ജയിക്കും. ഒരു 1000 വോട്ടെങ്കിലും ജയിക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം. ഒരു ഒരു നല്ലൊരു എന്താ പറയാ, നല്ലൊരു നേതാവാണ്. ഓക്കെ. അപ്പോൾ രാഹുൽ ഗാന്ധി വേഴ്സസ് ആനി രാജ, ഇതാണ് വയനാടിന്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രതികരണം.